അഹമ്മദാബാദ് വിമാന അപകടമുണ്ടായി. ആ അപകടമുണ്ടായി നമ്മുടെ ഒരു സഹോദരി രഞ്ജിത എന്ന് പറയുന്ന സ്ത്രീ, നമുക്ക് എല്ലാവർക്കും അറിയാം, അവർ മരണപ്പെട്ടു. അവരുടെ 2 കുഞ്ഞുങ്ങളുടെയും അമ്മയുടെയും കരച്ചില്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ വീട് ശരിയാക്കാൻ പറഞ്ഞ കോൺട്രാക്ടർ പറയുന്ന കാര്യങ്ങൾ, ഒരു മുറിയെങ്കിലും ശരിയാക്കിയിട്ട് എൻ്റെ അമ്മയ്ക്കും എൻ്റെ മക്കൾക്കും താമസിക്കാൻ റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട് പോയവർ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചേതനയേറ്റ ഒരു ശരീരവുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ കുട്ടികളുടെ അച്ഛൻ എവിടെയാണ്, അച്ഛനില്ലേ, അച്ഛൻ എന്ത് സംഭവിച്ചു, അച്ഛൻ വേറെ കല്യാണം കഴിച്ചോ, ഇല്ലെങ്കിൽ ഡിവോഴ്സ് ആണോ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ശരിയാണ്, ഞാനും ഈ ചോദ്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ എവിടുന്നെന്ന് പറഞ്ഞ ഒരു ഉത്തരങ്ങൾ അങ്ങ് കിട്ടുന്നില്ല. കാരണം മുഖ്യധാരാ മാധ്യമങ്ങൾ ആരും ഇതിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല. ശരിയാണ്, അവർക്ക് ആർക്കും പറയേണ്ട അധികാരമില്ല. എന്താണെന്ന് വെച്ചാൽ ഡിവോഴ്സ് ആയ ഒരു സംഭവമാണ്, ഇനിയും അയാളെ വലിച്ചിടേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാര്യം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയാതെ വയ്യ. അതായത് ഈ കുഞ്ഞുങ്ങൾക്ക് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്, അയാൾ വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, പിന്നെ അയാൾ ഒരു എക്സ് മിലിറ്ററി ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2008-2009 കാലഘട്ടത്തിലാണ് അധികം സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത ഈ രഞ്ജിത എന്ന് പറയുന്ന നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ ഒരു സ്ത്രീയാണ് അവർ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ പട്ടാളക്കാരനാണ്. അങ്ങനെ പട്ടാളക്കാരൻ്റെ ഭാര്യയായിട്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മദ്യപാനം, അതായത് കൺട്രോളില്ലാത്ത മദ്യപാനം, നമുക്കറിയാലോ, ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് കോട്ടയും കാര്യങ്ങളൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്യുകയാണ്. മക്കൾ രഞ്ജിതയുടെ കൂടെയാണ് താമസിക്കുന്നത്. അതിനുശേഷമാണ് രഞ്ജിത സ്വന്തമായിട്ട് വീട് വേണം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തന്നെ കഷ്ടപ്പെട്ട് വളർത്തിയ അമ്മയെയും അച്ഛനെയും നോക്കണം. പിന്നീട് എന്ന് പറഞ്ഞാൽ അച്ഛൻ മരണപ്പെട്ടു. പിന്നീട് അമ്മയും അതുപോലെ രഞ്ജിതയും 2 മക്കളും മാത്രമായി കുടുംബത്തിൽ. സഹോദരന്മാരൊക്കെ ഉണ്ട്, അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിയായിട്ട് അവരുടെ കുടുംബമായിട്ട് അടുത്തടുത്ത സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രഞ്ജിതയ്ക്ക് പിന്നീട് എന്ന് പറഞ്ഞാൽ ഒമാൻ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ജോലി. അവിടെ നിന്നെന്ന് പറഞ്ഞാൽ ലണ്ടനിലേക്ക് പോകേണ്ടി വരുന്നത്. അവിടെ ജോലിയൊക്കെ കിട്ടി. പക്ഷെ അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്നും അവർക്ക് ശരിയാകാത്തത് കൊണ്ട് ഇവിടെ തന്നെ തിരിച്ചു വന്നിട്ട് ഗവൺമെൻറ് സർവീസിൽ കയറാം എന്നുള്ള തരത്തിലായിരുന്നു അവരുടെ ആ ഒരു ഇതൊക്കെ. അതിനു വേണ്ടിയിട്ടാണ് ഇവരിപ്പോഴും 3 ദിവസത്തെ ലീവിന് വന്നത് എന്നാണ് അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അച്ഛനുമായിട്ട് സെപ്പറേറ്റ് ആയിരുന്നു. അച്ഛൻ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മദ്യപാനിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇനി ഇപ്പോഴും ഈ കുട്ടികൾക്ക് ആകെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയുടെ അമ്മയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അച്ഛനും മാത്രമാണ്. അതിനിടയിലാണെങ്കിൽ ഈ അമ്മ ക്യാൻസർ രോഗിയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു കുടുംബത്തിൻ്റെ ചുമതല മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീയുടെ മേലെയാണ്. അവരുടെ അമ്മയെ നോക്കണം, പിന്നെ എന്ന് പറഞ്ഞാൽ മക്കളെ നോക്കണം, മക്കളുടെ കാര്യങ്ങൾ നോക്കണം, അപ്പോഴും പിന്നെ കയറി കിടക്കാൻ ഒരു വീട് വേണം. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ ഒരുപാട് കഷ്ടതകൾ സഹിച്ചിട്ട് അവർ വിദേശത്ത് ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ കഥകളും ഇതൊക്കെ കേട്ടപ്പോഴും എനിക്ക് രഞ്ജിതയോട് ഭയങ്കര ബഹുമാനം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചില ടീമുകൾ ഉമ്മാനെയും തെറി പറഞ്ഞ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് പെങ്ങളെയും തെറി പറഞ്ഞ് ഒരുപാട് പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് നാറിത്തരം മാത്രം വിളമ്പുന്ന കുറേ ടീമുകളുണ്ട്. ഇവറ്റകളൊക്കെ വിളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ അവാർഡുകളും കൊടുക്കുന്നുണ്ട്. അതാ ഏറ്റവും വലിയ രസം. ഇതിനിടയ്ക്ക് ഉമ്മാനെ പച്ചത്തെറി പറഞ്ഞ് ഉമ്മ പൊക്കി കാണിക്കുന്നതെന്ന് പറഞ്ഞൊക്കെ വരെ സമ്മാനങ്ങൾ കൊടുക്കാൻ വേണ്ടി ആളുണ്ട്. ഇവർക്കൊക്കെയാണോ ശരിക്കും സമ്മാനങ്ങൾ കൊടുക്കേണ്ടത്? സമ്മാനം കൊടുക്കേണ്ടത് ആർക്കാണ്? ഈ രഞ്ജിതയെ പോലെയുള്ള, അല്ലെങ്കിൽ നമ്മളൊക്കെ വിചാരിക്കുമ്പോൾ ഗൾഫിലാണ്, അല്ലെങ്കിൽ അവർ ലണ്ടനിലാണ്, അവർക്കൊക്കെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാകും എന്നൊക്കെയാണ് നമ്മളുടെ ധാരണ. പക്ഷേ അതല്ല, എല്ലാവരും ഒരുപോലെയല്ല. ഒരുപാട് ജീവിതങ്ങൾ ഇതുപോലെ കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത്, ഇനി കുട്ടികൾക്ക് ഒരുപാട് ഇൻഷുറും കാര്യങ്ങളൊക്കെ കിട്ടും, അതുകൊണ്ട് തന്നെ അച്ഛൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ചില ആൾക്കാരൊക്കെ അച്ഛനോട് പറയുന്നുണ്ടാകും, മേടാ ഇനി നിന്റെ മക്കൾക്ക് 2-3 കോടിയൊക്കെയാണ് കിട്ടാൻ പോകുന്നത്, നീ ഇങ്ങനെ ഇവിടെ ഇരുന്നോ, ആ പൈസയും കൂടി ഇനി ആരെങ്കിലും കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ അച്ഛനെ ഇളക്കി വിടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ പറഞ്ഞ് തിരിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം, എൻ്റെ ഒരു അഭിപ്രായമാണ്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം. അതായത് അച്ഛൻ നല്ല രീതിയിൽ വരികയാണെങ്കിൽ, അച്ഛൻ മദ്യപാനൊക്കെ നിർത്തി, ഇനി എൻ്റെ മക്കൾക്ക് അമ്മയില്ല, അമ്മയുടെ സ്ഥാനത്ത് ഇനി ആകെയുള്ളത് ഞാൻ മാത്രമാണ്, അങ്ങനെ വിചാരിച്ച് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ കുട്ടികളെ വന്ന് കാണുകയാണെങ്കിൽ അത് ആ കുട്ടികൾക്കൊരു വലിയ സമാധാനം തന്നെയാകുന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയില്ല, അമ്മയുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല, അമ്മയോട് എല്ലാ കാര്യങ്ങളും പറയാം. പക്ഷെ ഇനി ആകെയുള്ളത് എന്ന് പറഞ്ഞാൽ അച്ഛൻ മാത്രമാണ്. അച്ഛൻ ഇനി ആ ഒരു നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അച്ഛനെ ഒരു മനുഷ്യനായിട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയും. ഇനി അയാൾ വരില്ല, അയാൾ തിരുത്താൻ തയ്യാറല്ല, അയാൾക്ക് ആ തോന്നിയവാസിയായിട്ട് തന്നെ ജീവിക്കണം, മദ്യപാനിയായിട്ട് തന്നെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അയാളെ തിരുത്താനും പോകരുത്. ഈ കുട്ടികളെ ഒരു കാരണവശാലും അയാളെ കാണാൻ വരെ അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അമ്മ ഇനി പോയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ ഇപ്പോഴും അമ്മാവന്മാരുണ്ടാകാം, ഇല്ലെങ്കിൽ ബന്ധുക്കളുണ്ടാകാം. പക്ഷെ ഇവർക്ക് എല്ലാവർക്കും ഒരു പരിധിയുണ്ട്. ആ ഒരു പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എല്ലാ വീട്ടിലും സംഭവിക്കുന്ന നമുക്കറിയാലോ. അതായത് അവർക്ക് ഇഷ്ടമില്ല, ഇവർക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വരും. പക്ഷെ അച്ഛൻ്റെ അടുത്ത് ആകുമ്പോഴേ ആ ഒരു പ്രശ്നമോ കാര്യങ്ങളോ വരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ആ കുട്ടികൾക്ക് എന്തു പറയാനുമുള്ള ഇതാണ് ഒരു വലിയൊരു അത്താണിയാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അയാളെ ആട്ടി അകറ്റേണ്ടതല്ല. അയാൾ തിരികെ വരികയാണെങ്കിൽ അയാളെ സ്വീകരിക്കുകയാണ് വേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ രഞ്ജിതയുടെ ആ ഒരു മരണത്തിൽ സന്തോഷിച്ച് കമൻ്റ് ഇട്ട ഒരു വിദ്വാനുണ്ട്. അവനെ പറ്റി പറയാതെ നമുക്ക് ഒരിക്കലും ഈ വീഡിയോ തീർക്കാൻ പറ്റില്ല. അത്രമാത്രം നികൃഷ്ടജീവിയായ ഒരു തഹസീൽദാറാണെന്ന് പറയുന്ന ഒരുത്തൻ, അവന്റെ കമന്റും നമ്മൾ കണ്ടതാണ്. പവിത്രൻ എന്ന് പറയുന്ന വെള്ളരിക്കുണ്ട് സ്വദേശിയാണ്. പക്ഷെ ഇപ്പൊ അവന്റെ ഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധോഗതി തന്നെയാണ്. അവന്റെ ഭാര്യയും മക്കൾക്കും കൂടി അവനെ വേണ്ട എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവനിപ്പോൾ എവിടെയോ മുങ്ങിയിട്ടാണുള്ളത്, പിന്നീട് നാട്ടിലേക്ക് വന്നിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല. അതായത് ഇത്രയും വലിയ ദുരന്തത്തിൽപ്പെട്ട് കിടക്കുമ്പോഴേ ഒരു സ്ത്രീയെ പറ്റിയിട്ട് അവൻ പറഞ്ഞ വാക്കുകൾ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവൻ്റെ പല തോന്നിയവാസത്തിനും അവിടെയുള്ള പലരും കൂട്ടുനിന്നിട്ടുണ്ട്. പക്ഷെ അവരാരെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് അവൻ്റെ കൂടെയില്ല. അപ്പോഴാണ് അവന് ബോധം വന്നത്, ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്ന്. ഏതായാലും അവനത് തെറ്റ് തിരുത്താനൊന്നും അവൻ തയ്യാറായില്ല. അവൻ പിന്നീട് പറയുന്നത് അവൻ്റെ ജോലി ഇപ്പോഴും പോകും, ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ അവന് വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം, അതേ കഴിയുള്ളൂ ഇനി അവനെ കൊണ്ട്. അതുപോലെ തന്നെ കുടുംബം വരെ ഇനി ഇവൻ്റെ കൂടെ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത്രയും വെറുത്തുപോയി ഇവൻ്റെ മക്കൾ വരെ എന്നാണ് പറയുന്നത്. കാരണം അത്രയും നികൃഷ്ടമായ ഒരു ജീവിയാണ്. ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഒരു സ്ത്രീ അതിൻ്റെ അകത്ത് മരണപ്പെടുന്നു. അവരുടെ ആ 2 കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, അതുപോലെ തന്നെ അമ്മയുടെ കരച്ചിൽ, ഇതൊക്കെ കേട്ടിട്ട് ഇവനെ പോലെയുള്ള ഈ ഇരുകാലികൾ എന്ന് പറയില്ലേ, മനുഷ്യൻ എന്ന് പറയില്ല, മൃഗം എന്ന് പറയില്ല. കാരണം വെച്ചാൽ മൃഗങ്ങൾക്ക് ഇതിലും കുറച്ചും കൂടുതലെങ്കിലും ഡീസൻ്റ് ഉണ്ടാകും. അപ്പോൾ ഇവനെ പോലെയുള്ള നികൃഷ്ട ജീവികൾ, ഏതായാലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇവനെ ഒരാൾ പോലും ഇവനെ അംഗീകരിച്ചിട്ടില്ല. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കളക്ടറോട് വലിയ നന്ദിയുണ്ട്. ഇവനെ എന്താണെന്ന് വെച്ചാൽ ഇവനെ എങ്ങനെയെങ്കിലും ഇവനെ സർവീസിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അയാൾ റിക്വസ്റ്റും കൊടുത്തിട്ടുണ്ട്. അതേതായാലും അംഗീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ തോന്നി എന്നാണ് എങ്ങനെയാണ് ഇവനൊക്കെ ഇത് ഇങ്ങനെ കൈകൊണ്ട് എഴുതാൻ കഴിഞ്ഞത്? ഇതുപോലൊരു കമൻറ്റ് എഴുതുമ്പോഴേ അവൻ ഒരു നിമിഷമെങ്കിലും അവൻ്റെ അമ്മയെയോ ഇല്ലെങ്കിൽ ഭാര്യയെയോ സഹോദരിയെയോ ആലോചിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അവനത് ചെയ്യാൻ കഴിയില്ല. ഞാൻ അതാണ് പറഞ്ഞത്. ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാലുണ്ട് എന്നേ ഉള്ളൂ. ഒരിക്കലും ഇവനെ മനുഷ്യനായിട്ടോ മൃഗമായിട്ടോ ഒന്നും കണക്കൂട്ടാൻ കഴിയില്ല. വേറെ ഏതെങ്കിലും ഒരു വാക്കുണ്ടെങ്കിൽ ആ വാക്ക് മാത്രമേ ഇവനൊക്കെ ചേരുകയുള്ളൂ. അത്രയും വലിയൊരു പദവിയിൽ ഇരുന്നിട്ട് ഈ മാന്യം ചെയ്ത തോന്നിയവാസം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവനെ പല സന്ദർഭങ്ങളിലും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു. ഇവൻ്റെ രോഗം തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അതായത് ഇവൻ ശരിക്കും പറഞ്ഞ ഒരു ജാതി ഭ്രാന്തൻ തന്നെയാണ്. ഇവൻ്റെ രോഗം പണ്ട് മുതലേ ഉണ്ട്. പണ്ട് പല മന്ത്രിമാർക്കെതിരെ വരെ ഇവൻ്റെ രോഗമുണ്ടായിരുന്നു. പക്ഷേ ഇവൻ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുള്ളതുകൊണ്ട് ഇവന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. പക്ഷേ ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ ഇവനെ സപ്പോർട്ട് ചെയ്തവർ തന്നെ എന്ന് പറഞ്ഞ് ഇവനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. അവിടെയുള്ള സ്ത്രീകൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെതിരെ പ്രതിഷേധം നടത്തി. അതോടുകൂടി എന്ന് പറഞ്ഞാൽ ഇവൻ തീർന്നു എന്നാണ് പറയുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതുമാത്രവുമല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ അച്ഛൻ തിരിച്ചു വരികയാണെങ്കിൽ അയാൾ പൈസ മോഹിക്കാതെ തൻ്റെ മക്കളെ വേണം, ഇല്ലെങ്കിൽ തൻ്റെ മക്കളെ കൂടെ ഞാൻ നിൽക്കണം എന്ന് പറയുകയാണെങ്കിൽ ആ മനുഷ്യനെ ഒരിക്കലും തള്ളിക്കളയരുത്. ആ കുട്ടികളെ കാണാനും ആ അച്ഛനെ കണ്ടാലെങ്കിലും കുറച്ച് ആശ്വാസം അവർക്കുണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ആ ഭൂമിയിൽ അവർക്കുള്ള ഏക ആശ്വാസം എന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ മാത്രമാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പല ആൾക്കാർക്കും ഇതിനെ പറ്റിയിട്ടുള്ള ധാരണകളൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ലൈക്ക്, ഒരു കമൻറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. ബൈ ബൈ.